ഇതാണ് കേട്ടോ നമ്മുടെ പൂരം. അതായത് കാസർഗോഡ്, കണ്ണൂർ സൈഡുകളിൽ, പ്രത്യേകിച്ച് എൻ്റെ നാട് നീലേശ്വരമാണ് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ ഭയങ്കര നല്ല രീതിക്ക് ആഘോഷിക്കുന്ന ഒരു ആഘോഷമാണ് ഈ പൂരം. ആ പൂരത്തിൻ്റെ അവസാന ദിവസമാണ്, അതായത് നമ്മൾ പൂരംകുളി എന്ന് പറയുന്നൊരു ദിവസമാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും കൂടി ഇങ്ങനെ പൂ കൊണ്ട് കാമദേവൻ്റെ രൂപവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും. അതുപോലെ അതിന് ചുറ്റും വലം വെക്കും. അങ്ങനെ ഒരുപാട് ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതിനുശേഷം തറവാട്ടിൽ എല്ലാവരും കൂടി ഇരുന്ന് രാവിലത്തെ പൂരക്കഞ്ഞി ആയിക്കോട്ടെ, പൂരക്കഞ്ഞിയും അതിൻ്റെ കൂടെ മത്തൻ കറിയും അതുപോലെ തന്നെ അച്ചാറൊക്കെ ഉണ്ടാവും. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. പൂരത്തിൻ്റെ അന്ന് മാത്രം കിട്ടുന്ന പ്രത്യേക ഒരു ഫുഡായതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ആസ്വദിച്ച് കഴിക്കും. അന്നൊരു പക്ഷേ രാവിലെ ഉച്ചയ്ക്ക് രാത്രി എല്ലാം തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടി ഇരിക്കുന്ന നല്ലൊരു വൈബാണ്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളാട്ടോ പൂരത്തിന് പൂവൊക്കെ ഇടാറ്. പ്രായപൂർത്തിയായി പിന്നെ ഇടാറില്ല. അപ്പോൾ ഞാനും കുഞ്ഞുണ്ടാകുമ്പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം അതൊന്നുമില്ല. അപ്പോൾ ഇതെന്ന് പറഞ്ഞെങ്കിൽ രാത്രി ഇതൊരു ചടങ്ങാട്ടോ. അതായത് പൂരം കഴിയുന്നന്നാണ് ഈ പൂരംകുളി എന്ന് പറയുന്നത്. അപ്പോൾ അന്ന് ഈ പൂക്ക വാരി കൊട്ടയിലാക്കിക്കൊണ്ട് നമ്മൾ എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ളൊരു പ്ലാവിൽ കൊണ്ടുപോയിടും. അപ്പോൾ ഈ ഒരു പൂക്കെട്ടിനുള്ള കുറച്ച് അടകൾ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ അടകൾ തപ്പിയെടുത്ത് ഏറ്റവും കൂടുതൽ അട ആർക്കാ കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ മെമ്മറി ആട്ടോ. നമ്മൾ കസിൻസ് എല്ലാം കൂടി വെറുതെ ഒന്ന് കാണാൻ പോലെ തറവാട്ടിലിങ്ങനെ അങ്ങനെ പോകാറുണ്ട് നമ്മൾ എല്ലാ വർഷവും ഇങ്ങനെ കാണാനൊക്കെ ആയിട്ട്. അപ്പം ഇങ്ങനെ വളങ്ങ വലിച്ച് അങ്ങനെ ഒരു ചടങ്ങായി നടത്തുന്ന ഒരു സംഭവമാണ്. വിശ്വാസത്തിന് പുറത്ത് ചെയ്യുന്ന സംഭവങ്ങളാണെങ്കിൽ വളരെ ഒരു നമ്മൾ ചൈൽഡ്ഹുഡ് മനോഹരം, അങ്ങനെ ഒരുപാട് മെമ്മറീസ് തരുന്നൊരു പരിപാടിയാണ് ഇതൊക്കെ. അപ്പം ഞാൻ കണ്ടപ്പോൾ വെറുതെ ക്യാപ്ചർ ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. വേറെ വീഡിയോ കാണാം. ബൈ.